എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തിൽ യാത്രക്കാർ ഇന്നും വലഞ്ഞു. അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ പ്രതിസന്ധി രൂക്ഷമായി. സംസ്ഥാനത്തെ എയർപോർട്ടുകളിൽ യാത്രക്കാരും ബന്ധുക്കളും പ്രതിഷേധിച്ചു. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരവധി സർവീസുകൾ ഇന്നും റദ്ദാക്കി. ഇതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പെരുവഴിയിലായത്. പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടിക്കെതിരായ പലരുടെയും അമർഷം ഇന്നും പ്രതിഷേധത്തിലേക്ക് വഴിമാറി. 9-ാം തീയതി 16-ാം തീയതിക്ക് ടിക്കറ്റ് ഉണ്ട്. അത് ഉറപ്പൊന്നുമില്ല. 16-ാം തീയതിക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നലെ വന്ന് മടങ്ങി. ഇന്ന് വീണ്ടും വന്ന് ഫ്ലൈറ്റ് ചെയ്യാൻ തന്നെ. ഇപ്പോൾ റീഫണ്ട് ചെയ്ത് ഇനി മടങ്ങാൻ കഴിയില്ല. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് എന്താക്കണോ? യാത്ര ചെയ്യണോ? വലിയ പൈസയും കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യണം. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനത്തേക്ക് നമ്മൾ ജോലി പോകും. ഇപ്പോൾ ഒരു പറഞ്ഞത് അവർക്കൊന്നും ഉറപ്പ് പറയാൻ വയ്യ. നമ്മൾ എയർ ഇന്ത്യ ഇറച്ചിയുണ്ട്, നമ്മൾ നല്ല ഫ്ലൈറ്റ് ഇറച്ചിയുണ്ടല്ലോ നമ്മളൊക്കെ ടിക്കറ്റ് എടുത്ത് പോരുന്നത്. വിശ്വസിക്കാൻ വയ്യ. ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ നിരവധി സർവീസുകളാണ് ഇന്നും റദ്ദാക്കിയത്. കണ്ണൂരിൽ 4-ഉം കരിപ്പൂരിൽ 5-ഉം സർവീസുകൾ റദ്ദാക്കി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടതും ഇവിടേക്ക് വരേണ്ടതുമായ 7 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം.